മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നിങ്ങൾ പല ആളുകളും പറയാറുണ്ട്, സാർ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് റിയൽ നമ്പേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവുന്നില്ലേ? മക്കളെ, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മാറ്റി വെക്കാൻ പറ്റുക? റിയൽ നമ്പേഴ്സിലെ ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എൻ്റെ ഒരു സൈലത്തെ പറ്റി പറയുക. അപ്പോൾ എൻ്റെ പേരറിയാത്ത ആളുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുകയാണ്, ഷാഹിദ് റംസാൻ എന്നാണ് കേട്ടോ. SHID ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് മുഴുവൻ കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരു 5 ചോദ്യങ്ങൾ ചെയ്താൽ ഈ ചാപ്റ്റർ ഫുൾ സെറ്റാണ് മക്കളെ. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, അതായത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഓൺ ദി നമ്പർ ലൈൻ. അതായത് എന്താ പറയുക, സംഖ്യാരേഖയിൽ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ. അപ്പോൾ നിങ്ങൾ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ സംഖ്യാരേഖ അല്ലേ? ഒരു വര വരച്ചു, 0 1 2 3 -1 -2, ഇതാണ് സംഖ്യാരേഖ. പക്ഷേ ഇപ്പോഴത്തെ സംഖ്യാരേഖ എന്താ അറിയോ? നിങ്ങൾ കുറച്ച് പുതിയ നമ്പർ പഠിച്ചിട്ടുണ്ട്, √2 പഠിച്ചിട്ടുണ്ട്, √3 പഠിച്ചിട്ടുണ്ട്, പൈ പഠിച്ചിട്ടുണ്ട്, 0.1 0.2 0.0. അതൊക്കെ ഈ സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താൻ പറ്റും. പക്ഷെ എവിടെ നിന്ന് നമുക്ക് അത്ര ഈസി ആയിട്ട് കിട്ടൂല. പക്ഷെ അതൊക്കെ അടയാളപ്പെടുത്താൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഈ ചാപ്റ്റർ മെയിനായിട്ട് പറയുന്നത്. ഈ സംഖ്യാരേഖനെ പറ്റിയാണ്. ഒരു പണിയില്ല, 2 പോയിന്റുകൾ തമ്മിൽ അകലം കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ കുറയ്ക്കാം. 2 ഉണ്ട്, 10 ഉണ്ട്. 10 2 കുറച്ചാൽ എത്ര? 8. ഇത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ തിരിച്ച് ചെയ്യണോ? തിരിച്ച് ചെയ്തോ. 2 10 കുറയ്ക്കുക, എത്ര ഉത്തരം? -8 നമുക്കറിയാം ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവാ. നിങ്ങൾ എപ്പോഴും പറയാറുണ്ടോ, ഞാൻ കോഴിക്കോട്ടൊക്കെ -5 കിലോമീറ്റർ ഓടി എന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ ഡിസ്റ്റൻസ് കാണുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു മോഡുലസ് ഇട്ട് കൊടുക്കണം, അഥവാ കേവല വില. ഇതൊരു യന്ത്രമാണ്. ഈ യന്ത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് നമ്പർ ഇട്ട് കൊടുത്താലും ആ നമ്പറിനെ പോസിറ്റീവ് ആക്കി തരും. അപ്പോൾ മോഡുലസ് ഓഫ് -8 എന്ന് പറയുന്നതും +8 എന്ന് പറയുന്നതും സെയിം ആണ് കേട്ടോ. അതായത് മോഡുലസ് ഓഫ് +8 എന്ന് പറയുന്നതും മോഡുലസ് ഓഫ് -8 എന്ന് പറയുന്നതും ഉത്തരം 8 തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, മോഡുലസ് ഇടാം. ഇതൊക്കെ ഉത്തരത്തിലാണ്. ഫൈനൽ ആൻസർ 8 ആണ്. അതായത് ഇതിൻ്റെ ഉള്ളിലിട്ട ലാസ്റ്റ് ഉത്തരം എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ വരാം, ഒരു നമ്പറിൽ നിന്ന് മറ്റേ നമ്പറാണ് കുറയ്ക്കുക. 10 -2 അതായത് 12 കിട്ടും. ഓർ -2 -10 -12 കിട്ടും. സെയിം ആൻസറാണ്. ഇതിൻ്റെ ഉത്തരം എന്താ? -12. പക്ഷേ ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ് 12. ഇത്രേ ഉള്ളൂ ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാൻ. എന്നാൽ ഇതേ ചോദ്യം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തരും? അടുത്തൊരു ചോദ്യമുണ്ട്. ഈ താഴെ കാണുന്ന നമ്പറുകൾ തമ്മിലുള്ള കറക്റ്റ് നടുവിലെ പോയിന്റ് കാണാൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്. ഇതിൻ്റെ കറക്റ്റ് നടുവിൽ 15 നിങ്ങൾക്ക് അറിയാലോ. നോക്കാത്ത ആൻസർ കിട്ടും. അതെങ്ങനെ കിട്ടുന്ന അറിയോ? ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും തമ്മിൽ കൂട്ടുക. നടുവിലാകുമ്പോൾ കറക്റ്റ് പകുതി എടുത്താൽ മതി. അപ്പോൾ 30ൻ്റെ പകുതി എത്രയാണ്? 15. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സെയിം ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാലോ. 3ൻ്റെ 7ൻ്റെ കറക്റ്റ് മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് കാണാൻ ചോദിച്ചാൽ ഒരു പണിയില്ല, 2 നമ്പറും കൂട്ടുക, 3 7 കൂട്ടുക, പകുതി എടുക്കുക. 10ൻ്റെ പകുതി 5. ഇതാണെങ്കിലോ, ഇത് ശ്രദ്ധിക്കണം, ഇത് 2 നമ്പറും തമ്മിൽ കൂട്ടുകയാണ്. 12ഉം -6ഉം -4 കൂട്ടുക, അല്ലെങ്കിൽ -4 + 12. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ? 12 നിന്ന് 4 കുറച്ചാൽ പ്ലസ് മൈനസ് അടുത്ത് വന്നാൽ ഉത്തരം എന്താ? -. 12 4 കുറച്ചാൽ എത്ര? 8. 8ൻ്റെ പകുതി എത്ര? 4. 2 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു. മൂന്നാമത്തേതാണെങ്കിലോ, ഇത് 2 കൂടി കൂട്ടുക. 2ൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്, 1/4 + 3/4. ആ 2 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 1 + 3. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കണേ. 2 കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കണം. 1 + 3 എന്നാൽ എത്ര? 4. 4/4/2. 4/4 എന്നാൽ 1 ആണ്, 1/2. ഈ 2ൻ്റെ നടുവിലുള്ള നമ്പർ ഏതാണ്? 1/2 ആണ്. സെറ്റല്ലേ? ഓക്കെ. സോ മക്കളെ, ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ 2 ടോപ്പിക്ക് കഴിഞ്ഞു. ചാപ്റ്ററിൻ്റെ പകുതിൻ്റെ ഒരു 5 പോയിന്റ് പഠിക്കാണ്ട് 2 പോയിന്റ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് പോയിന്റ് അല്ല, ഇത് നമ്മളിപ്പോൾ പഠിച്ച പോയിന്റായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദ മിഡ് പോയിന്റ് ഓഫ് എ പെയർ ഓഫ് പോയിന്റ്സ് ഓൺ ദി നമ്പർ ലൈൻ ഈസ് ഡിനോട്ടഡ് ബൈ 6. അത് 2 നമ്പറുകളുണ്ട്. ആ 2 നമ്പറുകളുടെ മധ്യബിന്ദു 6 ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എത്ര? ഫസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എത്ര? അപ്പോൾ നമുക്കറിയാം ഇവിടെ അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേ? അല്ലെങ്കിൽ 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഈ +6നോട് 1 കൂട്ടി കൊടുത്താൽ മതി. 6 + 1 എത്ര? 7 ആണ് ആൻസറായി. ഓക്കെ അല്ലേ? എന്നാൽ രണ്ടാമത്തെ ചോദ്യം എന്താ? ഇഫ് ദ സെക്കൻഡ് നമ്പർ ഈസ് 15, വാട്ട് വിൽ ബി ദ ഫസ്റ്റ് നമ്പർ? അപ്പോൾ ഞാൻ ഇവിടെ നടുവിൽ 6 എടുത്തു, ഇവിടെ 15 ആണ്. ഈ സെക്കൻഡ് നമ്പർ 6 ആണെങ്കിൽ ഇവിടുത്തെ നമ്പർ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 6 - 15 കുറച്ചാൽ, അല്ലെങ്കിൽ 15 - 6 കുറച്ചാൽ എത്ര? 9 ആണല്ലേ? ഇനി അല്ലെങ്കിൽ 6 - 15 കുറയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് 15 എത്ര കുറയ്ക്കുമാണ് 6 കിട്ടുന്നത്? 9 കുറയ്ക്കുമ്പോൾ 15 - 6 ദാറ്റ് ഈസ് ഈക്വൽ 9. അപ്പോൾ 15 - 9 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 6 കിട്ടുന്നത്. അപ്പോൾ 6 - 9 കുറച്ചാൽ എത്ര? 6 - 9 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ആണ്. -3. നിങ്ങൾക്ക് സംശയം ചെയ്ത് നോക്കാം. -3 + 15 അതായത് 12 ആണ്. 12/2 ആണ് 6 ആണ്. ഇത്രയുള്ള ഐഡിയ എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. സോ മക്കളെ, ഇനി ഞാൻ മൂന്നാമത്തെ പോയിന്റ് പറയുകയാണ്. വളരെ രസമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു +8ൻ്റെയും -8ൻ്റെയും ഉത്തരം 8 തന്നെയാണ്. അപ്പോൾ എക്സിന് വേണമെങ്കിൽ +x ആവാം, എക്സിന് വേണമെങ്കിൽ -x ആവാം. അതായത് x +xന് അങ്ങോട്ട് കൊണ്ട് ഈ രണ്ട് ഉത്തരം ഉണ്ടാവാം. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഏതാവാം? +or-1 ആവാം. എക്സിൻ്റെ സ്ഥാനത്ത് എന്താവാം? +or-4 ആവാം. എക്സിൻ്റെ സ്ഥാനത്ത് എന്താവാം? +or-7 ആവാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പറുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചു. ചുവടെയുള്ള ഓരോ സമവാക്യത്തിലും ശരിയാവുന്ന എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സിന് ഏതൊക്കെ വരാം? +or-1. രണ്ടിൽ ഏത് ഉത്തരം വരാം? 2 വന്നാലും ഉത്തരം 1. ഇവിടെ +or-4 വരാം, ഏത് വന്നാലും +4 ആണ്. ഇവിടെ +or-7 വരാം, ഏത് വന്നാലും എന്താണ്? 7 ആണ്. അപ്പോൾ അതും പഠിച്ചല്ലോ. പക്ഷെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ഇവിടെ +or-1 ആവാം. ഈ ഉള്ളിലുള്ള എക്സ് എന്താവാം? ഈ ഉള്ളിലുള്ള ഈ എക്സ് എന്ന് പറയുന്നത് +or-1 ആവാം. അതേപോലെ ഈ ഉള്ളിലുള്ള x-1 എന്ന് പറയുന്നത്, ഈ ഉള്ളിലുള്ള x-1 എന്ന് പറയുന്നത് +or-3 ആവാം. ഇപ്പോൾ രണ്ട് ഉത്തരം ഉണ്ടാവും. x-1 +3യും x-1 -3യും. ഇത്രേ ഉള്ളൂ. ഇതെനി ചെയ്താൽ മതി. അപ്പോൾ x എത്ര വരും? -1നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 3 + 1 ദാറ്റ് ഈസ് 3 + 1 ദാറ്റ് ഈസ് എന്ത് വരും? 4 വരും. നോക്കി നോക്കും മക്കളെ, ഇവിടെ 4 എടുത്താൽ എന്താ വരിക? 4 - 1 എന്നാൽ എത്ര? 3 ആണ്. ഇനി ഇവിടെ ഒരു ഉത്തരം ഉണ്ടല്ലോ, ഈ -1നെ അങ്ങോട്ട് ഉണ്ടായാൽ തരും -3 + 1 ദാറ്റ് ഈസ് -2 വരും. -2 കൊടുത്ത് നോക്കും, -2 കൊടുത്താൽ -2 - 1 ദാറ്റ് ഈസ് mod -3 വരും. -2 - 1 എടുത്താൽ mod -3, mod -1 -3 എന്നാൽ എത്ര? +3 ആണ്. mod -3 എന്നാൽ എത്രയാണ്? +3 ആണ്. സെറ്റല്ലേ? അപ്പോൾ രണ്ട് ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഉത്തരം ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ. x-4 = 5 നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചു. x-4 = 5 ആണ്. x-4 = 5 ആണെങ്കിൽ അവിടെ രണ്ട് ഉത്തരം വരും. x-4 = +5ഉം x-4 = -5ഉം. ഓക്കെ, അപ്പോൾ -4 അങ്ങോട്ട് ഉണ്ടായാൽ x = 5 + 4 ദാറ്റ് ഈസ് 9 ആണ്. -4 അങ്ങോട്ട് ഉണ്ടായാൽ x = -5 + 4 ദാറ്റ് ഈസ് -1 ആണ്. അപ്പോൾ രണ്ട് ഉത്തരം കിട്ടി. സെറ്റല്ലേ? രണ്ട് ഉത്തരം കിട്ടി. വേണമെങ്കിൽ 9 4 വെച്ചാൽ എത്രടാ? 5 ആണ്. വേണമെങ്കിൽ -1 -4 എത്രയാണ്? 5 ആണ്. -5 അപ്പം 5 കിട്ടും. പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം എങ്ങനെ എഴുതാം? x+1 = 2 ആണെങ്കിൽ x+1 = 2 ആണെങ്കിൽ x+1 = +2 വരും. x+1 = -2 വരും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. കമൻറ്റും ചെയ്യണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നത്. ക്വസ്റ്റ്യൻ ഇതിൽ ഒന്നാമത്തെ ഹോംവർക്ക് അല്ല, കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. വെറുതെ കമൻറ്റ് ചെയ്താൽ പോരാ, നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടിട്ട് എന്താണോ ഫീൽ ചെയ്തത് അതും കൂടി കമൻറ്റ് ചെയ്യണം. സോ ഈ ചാപ്റ്റർ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മക്കളെ, ഈ കാണുന്ന ചോദ്യം ശ്രദ്ധിക്കുക. ചുവടെയുള്ള ഓരോ സമവാക്യവും ശരിയാകുന്ന x കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒരു പണിയില്ല. ഈ നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഈ നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്ര? 1 ആണ്. ഈ നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്ര? 3 ആണ്. അത് രണ്ടും കൂടി കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. ആൻസറായി 1 + 3 4, 4 പകുതി 2. നോക്കി നോക്കും മക്കളെ, ഞാൻ ഇവിടെ 2 കൊടുത്തു. 2 1 കുറയ്ക്കാം, എത്ര ഉത്തരം? 1 ആണ്. ഇവിടെ 2 കൊടുത്തു. 2 3 കുറച്ചാൽ എത്ര? -1. -1 എന്ന് പറയുന്നത് mod -1 പറയുന്നത് എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ ഇത് ശരിയായി, രണ്ടും ശരിയായി. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ ഇതാ? ഈ കാണുന്ന ചോദ്യത്തിന് +2നെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, -2. -6നെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, +6. അതിൻ്റെ പകുതി എടുക്കുക, ദാറ്റ് ഈസ് 4/2 ദാറ്റ് ഈസ് 2 വരും. കൊടുത്തു നോക്കും മക്കളെ. 2 + 2 4 ആണ്. 2 - 6 -4 ആണ്. സോ mod -4 എന്നാൽ 4 ആണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും നോക്കുക. എന്നിട്ട് ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്താക്കുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. +5ൻ്റെ ഓപ്പോസിറ്റ് -5, +1ൻ്റെ ഓപ്പോസിറ്റ് -1. അപ്പോൾ -5 -1 എന്നാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് മൈനസ് ഇട്ടാൽ മതി. രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് മൈനസ് ഇടുക. അപ്പോൾ -6/2 എത്ര നോക്കിയാൽ മതി, നിങ്ങൾക്ക് രണ്ടാമത്തെ ഉത്തരം കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മാത്രം വന്നാണെങ്കിൽ ഇവിടെ 0 കൊടുത്താൽ മതി, x-0. ഇപ്പോൾ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ മക്കളെ, ഈ കാണുന്ന ഈ ഒരു ടോപ്പിക്കും കൂടി ഇതിലെ A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്യാതെ പോകരുത്. സോ ഈ കാണുന്ന ഈ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തന്നെ കഴിഞ്ഞു. വളരെ രസകരമായുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു പണിയില്ല, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം, x-1ഉം x-9ഉം ഈക്വൽ ആവുന്ന x കണ്ടുപിടിക്കാൻ. അത് നമ്മൾ പറഞ്ഞു. -1ൻ്റെ ഓപ്പോസിറ്റ് +1 ആണ്, -9ൻ്റെ ഓപ്പോസിറ്റ് +9 ആണ്. രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കുക, 5 കിട്ടും. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 5 കൊടുക്കുക, 5 കൊടുക്കുക, ഉത്തരം കിട്ടും. എന്നാൽ രണ്ടാമത് ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാണുന്ന ചോദ്യം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. x-1 + x-9, x-1 + x-9. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത ആൻസർ ആയിട്ടോ. ഒരു 3 തവണ ഈ വീഡിയോ കാണുക, എന്നിട്ട് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഉത്തരം കിട്ടും.
അപ്പോൾ ഇതിൽ വരുന്ന 3-4 മോഡൽ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ മോഡൽ ക്വസ്റ്റ്യനേ വരുള്ളൂ, അതിലപ്പുറം ചോദിക്കൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ കിട്ടും. ഈ കാണുന്ന ഉത്തരം നമുക്ക് രണ്ടായിട്ട് ചെയ്യണം. ഒന്ന് x-1 പ്ലസ് x-9 ഈക്വൽ ടു പ്ലസ് 8ഉം x-1 പ്ലസ് x-9 ഈസ് ഈക്വൽ ടു -8ഉം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാൽ മക്കളെ. എക്സ് എത്ര? 2x. -1 -9 എത്ര? -10 ഈക്വൽ ടു 8 ആണ്. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 8 + 10. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 18. സോ എക്സ് ഈസ് ഈക്വൽ ടു 18ൻ്റെ പകുതി 9. എക്സിൻ്റെ വില എത്രയാണ്? 9 ആണ്. ഇവിടേക്ക് വരുന്ന സമയത്തോ x + x ഈസ് ഈക്വൽ ടു 2x -10 ഈസ് ഈക്വൽ ടു -8. അപ്പം 2x ഈസ് ഈക്വൽ ടു -8 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഈസ് ഈക്വൽ ടു +2. അപ്പോൾ എക്സ് എത്ര കിട്ടും? 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എക്സിൻ്റെ വില ഈ 1ഉം ഈ 9ഉം ആണെന്ന്. അല്ല, നിങ്ങൾക്ക് ഈ 1ൻ്റെയും ഈ 9ൻ്റെയും ഇടയിലുള്ള ഏത് നമ്പറും കൊടുക്കാം. ഏത് നമ്പറും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. ഞാൻ പറയാണ്, ഇപ്പോൾ 3.5 കൊടുത്തു. 3.5 ഞാൻ ഇവിടെ കൊടുത്താൽ എന്താ സംഭവിക്കാം? 3.5 -1 പ്ലസ് 3.5 -9 എന്താ കിട്ടുക? 3.5 1 കുറച്ചാൽ 2.5 പ്ലസ് 3.5 9 കുറച്ചാൽ 6.5 സോറി 5.5 അല്ലേ? 9 3.5 കുറച്ചാൽ എത്ര? 9 3 കുറച്ചാൽ 6, 6 5. ഇത് രണ്ടും കൂടി കൂട്ടി നോക്കി. 2.5 + 5.5 8 ആണ്. അതായത് ഈ രണ്ട് നമ്പറിൻ്റെയും സംഖ്യാരേഖയിൽ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെയും 9 എന്ന് പറയുന്ന നമ്പറിൻ്റെയും ഇടയിലുള്ള ഏത് പോയിന്റുള്ള നമ്പറും 0 ഉള്ള നമ്പറൊക്കെ നമുക്ക് എന്താക്കാം? കൊടുക്കാം. ഇതിൻ്റെ ഇടയിലുള്ള കേട്ടോ. ഇപ്പോൾ 2.01 കൊടുത്താൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ ഇങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് മുഴുവൻ കാണിച്ചു തരാണ്. ഇത് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. പല സ്കൂളുകളിലും ക്ലാസ് എടുത്തിട്ടുണ്ടാവില്ല, അവർക്ക് ഇത് ബുദ്ധിമുട്ടാവും. ക്ലാസ് എടുത്ത ആളുകൾക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഈ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. മക്കളെ, ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? ഡിസ്റ്റൻസ്, അകലമാണ്. നിങ്ങളുടെ പരീക്ഷ ചോദിക്കാൻ ചാൻസ്, ലാസ്റ്റത്തെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഏറ്റവും ചാപ്റ്റർ അവസാനത്തുള്ള ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു 3 പോയിന്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചാൻസ് ഉള്ളത്. മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു കാണാൻ ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്തുണ്ടാവും? ഡിസ്റ്റൻസ് അഥവാ അകലം കാണാനുള്ള ചോദ്യം ഉണ്ടാവും. അത് രണ്ടും നിർബന്ധമായിട്ട് പഠിക്കുക. അതിലാണ് ചോദ്യം വരാൻ ചാൻസ് കൂടുതൽ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു തന്നു നിങ്ങൾക്ക്? ഈ കാണുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ തന്നു. ഇനി ഇത് ഇവിടുന്നാണ് ഇതിൻ്റെ മെയിൻ ഏരിയയിലേക്ക് കിടക്കുന്നത്. ഇങ്ങനെ വന്നാൽ +or-1 കൊടുക്കുക, ഉത്തരമായി. +or-1 +or-1 ഇങ്ങനെ വന്നാലോ? ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെയും +or-3 കൊടുക്കുക, ഉത്തരമായി. ഇങ്ങനെ വരുന്ന സമയത്ത് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ അതാണ്, ഈ ടൈപ്പാണ്. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക, ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, പ്ലസ് ഇട്ടിട്ട് പകുതി എടുക്കുക. ഓക്കെ, കാരണം രണ്ടിൻ്റെയും മിഡ് പോയിന്റ് ആണ് കിട്ടേണ്ടത്, എക്സ് എന്ന് പറയുന്നത്. അപ്പം അത് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ചോദ്യം നിങ്ങൾ എന്താക്കുക? ഇതേ മെത്തേഡിൽ ചെയ്യുക. ഇതിലാകെ ടഫ് ഉണ്ട് എന്ന് തോന്നുന്നത് ഈ ഒരു കാര്യമാണ്. അത് 2 തവണ 3 തവണ റിപ്പീറ്റ് ചെയ്താൽ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. mod of x - 7 ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര? ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേടിക്കേണ്ട മക്കളെ, ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എന്ത് തരും? റിവൈസ് ചെയ്ത് തരും. സോ ഡോണ്ട് വരി. അതുപോലെ തന്നെ ഇന്നത്തെ ലൈവിലും എന്താക്കുന്നുണ്ട്? ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വരിക. ബൈ.